ആയുർവേദം ഒരു ശാസ്ത്രം എന്ന് ചുമ്മാ പറഞ്ഞാൽ പോലല്ലോ. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് സയൻസ് ഇവോൾവിങ്, അതായത് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതായത് കൂടുതലൂടെ ഇങ്ങനെ നന്നായിക്കൊണ്ടേയിരിക്കണം. 2600 വർഷം മുമ്പോ അല്ലെങ്കിൽ 3000 വർഷങ്ങൾക്ക് മുമ്പോ ആയുർവേദം എവിടെയായിരുന്നോ അത് അവിടെ തന്നെ നിൽക്കുന്നു ഇപ്പോഴും. ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലെന്നാ? ഇല്ല, എവിടെ ഇമ്പ്രൂവ് ചെയ്തു? ഇപ്പോൾ മോഡേൺ മെഡിസിന്റെ വ്യത്യാസം ഞാൻ പറയാം. മോഡേൺ മെഡിസിനിൽ ഉപയോഗിച്ചിരുന്ന മരുന്നുകൾ, ഉദാഹരണം ഏത് കുറച്ച് വർഷം ഉപയോഗിച്ച് വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റാരുമല്ല പറയുന്നത്, മോഡേൺ മെഡിസിൻകാർ തന്നെ പറയും ഈ മരുന്ന് കൊള്ളില്ല, ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, അത് മാറ്റാം. ആയുർവേദത്തിൽ അങ്ങനെ പ്രശ്നമില്ല. ആയുർവേദത്തിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്നൊരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. അത് വലിയ തെറ്റിദ്ധാരണയാണ്. അനേകം ആയുർവേദ മെഡിസിനുകൾക്ക് വലിയ വലിയ സൈഡ് എഫക്റ്റുകളുണ്ട്. മാരകമായ മരുന്നുകൾ പോലും ഉണ്ട്. ലിവറിന് ദോഷം വരുന്ന അനേകം മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. അവരെ സമ്മതിക്കുമല്ലോ എനിക്കറിയില്ല. സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് ഒരു ധാരണയുണ്ട്. അങ്ങനെ ഒരു ധാരണയുണ്ട് ജനങ്ങൾക്ക്. അത് തെറ്റിദ്ധാരണയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞപ്പോൾ അടുത്ത അന്തരിച്ച നമ്മുടെ സലീം കുമാറിൻ്റെ കാര്യം തന്നെയാണ്. സലീം കുമാറിന് ഇങ്ങനെ ലിവറിൻ്റെ അസുഖം വന്നു. അദ്ദേഹം എല്ലാവരും പറഞ്ഞു കൊടുത്തു, നമ്മുടെ നാട്ടിലെ സാധാരണയുള്ള പോലെ എല്ലാവരും പറഞ്ഞു കൊടുത്തു, അത് ഇതിപ്പം ലിവറല്ലേ, അതിന് ആയുർവേദം തന്നെ ചെയ്യണം. പാവം അങ്ങേര് പോയി ആയുർവേദം ചെയ്ത് അത് ഒരു കുളമായി. അവസാനം ബ്ലഡ് ഛർദ്ദിച്ചു. അപ്പം അദ്ദേഹം ഒരു ലീഡിങ് വൈദ്യരെയാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. അപ്പോൾ കോവിഡ് ഒന്നുമില്ല, വൈറസ് ഇല്ല, ഒന്നുമില്ല, അങ്ങനെയുള്ള എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വൈദ്യനാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം കോവിഡ് അടിച്ചു. അതെ, തിരിച്ചടി. അദ്ദേഹമാണ് ഈ സലീം കുമാറിനോട് പറഞ്ഞത്, ഞാൻ ചികിത്സിച്ചു തരാം, മാറ്റിത്തരാം. ഈ മാറ്റിത്തരാം എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റാണ്, തട്ടിപ്പാണ്. നമുക്കൊരു രോഗത്തെ മാറ്റിത്തരാം എന്ന് പറയാൻ പാടില്ല. ഇന്ന് മോഡേൺ മെഡിസിനിൽ ഒരു ഡോക്ടർ പോലും ഇത് ഞാൻ മാറ്റിത്തരാം എന്ന് പറയില്ല. പിന്നെന്താ പറയാ? അതെ, നമുക്ക് ചികിത്സിക്കാം, അത് മാക്സിമം ചെയ്യാം. ചികിത്സ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മരുന്ന് മാത്രമല്ലല്ലോ, അതിന് ഭക്ഷണമുണ്ട്, ജീവിതചര്യകൾ. ഉദാഹരണം ഡയബറ്റീസിനെ പറ്റി പറഞ്ഞു. ഡയബറ്റീസ് കൂടിക്കൂടി വരുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ജീവിതശൈലി തന്നെയാണ്. പണ്ട് കിലോമീറ്ററുകൾ നടന്നിരുന്ന കിലോമീറ്ററുകൾ നടന്നു പോയിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഇവിടുന്ന് അവിടെ വരെ ഓട്ടോ പിടിച്ചു പോകും, അല്ലെങ്കിൽ ടാക്സി പിടിച്ചു പോകും, അല്ലെങ്കിൽ കാർ കയറി പോകും. ഇപ്പം ശരീരം അനങ്ങുന്നില്ല, സെഡൻറ്ററി ലൈഫ്. അങ്ങനെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ നിന്നുണ്ടായ ഒരു സാധനമാണ് ഈ ഡയബറ്റീസ്.